പറഞ്ഞത് ചുമരുകൾ സാക്ഷിയാണ്, തൂണുകൾ സാക്ഷിയാണ്, ഇവിടുത്തെ കാർപ്പറ്റുകൾ സാക്ഷിയാണ്, ഇവിടുത്തെ ചെറുപ്പക്കാരും മുഅ്മിനീങ്ങൾ മുഴുവനും സാക്ഷിയാണ്. അതുകൊണ്ട് മഹിതമായ സംസ്കാരമായ പടച്ചവൻ പൊരുത്തപ്പെടുന്ന കല്യാണങ്ങൾ നടത്താൻ, കല്യാണത്തിന്റെ പേരിൽ ഒരു അനാവശ്യങ്ങളും ഇല്ലാത്ത നിലയിൽ സംസ്കാരമുള്ളവരായി മുന്നോട്ട് പോകാൻ സർവശക്തനായ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളെ ഉന്നതന്മാരിൽ പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ വിഷമങ്ങൾ നീ തീർത്തു തരണേ അല്ലാഹ്. ഞങ്ങളെ റാഹത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ചെറുപ്പക്കാർ ദീനീ ബോധമുള്ളവർ, ദീനുമായി ബന്ധമുള്ളവരുമാക്കി മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, പട്ടുനൂലിൽ കോർത്തിണക്കപ്പെട്ട മുത്തുകളെ പോലെ ഐക്യത്തോടെ സ്നേഹത്തോടെ ജീവിക്കാതെ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ പറമ്പിൽ, ഞങ്ങളുടെ ബിസിനസ്സിൽ, ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ എന്തെങ്കിലും നന്മ ചെയ്യാനുള്ള പ്രചോദനം നൽകണേ അല്ലാഹ്. തിന്മയുടെ ഭാരവാഹിയാക്കല്ല അല്ലാഹ്. നീ തന്ന നാവിന്, നീ തന്ന കണ്ണിന്, നീ തന്ന കൈ, നീ തന്ന കാല് എല്ലാം നിനക്ക് വേണ്ടി അല്ലാഹുവേ ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. വിവാഹപ്രായം കഴിഞ്ഞ് 25-30 വയസ്സായി നിൽക്കുന്ന പാവപ്പെട്ട പെൺകുട്ടിയുടെ കണ്ണീരൊപ്പാനുള്ള അതിനുള്ള പദ്ധതി, അതിനുള്ള പ്രൊജക്ട്, അതിന് വേണ്ടിയുള്ള ഉദ്ദേശമുള്ള മനസ്സ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഴ്ചതോറും നടത്താറുള്ള സ്വലാത്ത്, ആ സ്വലാത്തിന്റെ വാർഷികമാണ് 4, 5, 6 തീയതികളിൽ. ഇൻഷാ അല്ലാഹ് ആദ്യത്തെ ദിവസം ഈ വിനീതന്റെ പ്രഭാഷണമാണ്. രണ്ടാമത്തെ ദിവസം മാലിക് ദിനാർ ഖതീബ് മജീദ് വാക്കിയുടെ പ്രഭാഷണമാണ്. മൂന്നാമത് വ്യാഴാഴ്ച ഇവിടെ സ്വലാത്ത്, മഹാനായ ജിഫ്രി മുത്തുക്കോയത്തിന്റെ നേതൃത്വത്തിൽ സ്വലാത്ത് ദുആ ഉണ്ടാകും. എല്ലാവരും സ്വലാത്തിൽ പങ്കെടുക്കും ഇൻഷാ അല്ലാഹ്. എത്രയോ ആളുകൾ ഇന്ന് പുറത്ത് നിന്ന് സ്വലാത്തിന് വരുന്നുണ്ട്, മംഗലാപുരത്ത് വരുന്നുണ്ട്, കുമ്പള കണ്ണൂർ ഭാഗത്തൊക്കെ സ്വലാത്തിന് വരുന്നത് ദുആ ആഗ്രഹിച്ചിട്ടാണ് വരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾക്ക് ആ ദുആയിൽ പങ്കെടുത്തിട്ട് ഇവിടെ ഒരുപാട് വിഷമങ്ങളും രോഗങ്ങളൊക്കെ മാറിയ ഒരുപാട് സംഭവങ്ങളുണ്ട്, സാക്ഷികളുണ്ട്. ഇൻഷാ അല്ലാഹ് അന്നത്തെ ദിവസം ഒട്ടയും പത്തിലൊന്നും സ്വാഭാവികമായി കൊടുക്കുന്നില്ല. ഒരു നല്ല മട്ടത്തിൽ ഒരു അന്നദാനം ഉണ്ടാക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ആരെയും നിർബന്ധിക്കുന്നില്ല. ആരെങ്കിലും അങ്ങനെ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പുറത്ത് നമ്മുടെ ഓഫീസ് സെക്രട്ടറി ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അവരുമായി ബന്ധപ്പെടുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു നന്നായി ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.